Hello everyone, Mufida, your mind and life transformational coach. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് മുഫീദ. ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് നിങ്ങളുടെ കോച്ചിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ മെന്ററിങ്ങും ഒക്കെ ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ലൈഫില് ഏത് അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അതിൽ നിന്നൊരു എലിവേറ്റ് ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക്, ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മസ്റ്റ് ആയിട്ടും നമ്മളുടെ ജേർണിയിൽ അവർക്ക് തുടരാം എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം സീരീസിലൂടെ കടന്നു പോകുന്ന ഒരു റമദാൻ സിറ്റിംഗ് കൂടി ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ മസ്റ്റ് ആയിട്ടും അഡ്മിനെ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏത് അവസ്ഥയിലൂടെ പോവുകയാണെങ്കിലും ചില ആളുകൾക്ക് അവരുടെ അവസ്ഥ എന്താന്ന് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതിന്റെ സിറ്റുവേഷൻസ് ഇന്നതാണ് എന്ന് പറയാനും കൂടിയുള്ള അവസ്ഥയിൽ കൂടെ അല്ല അവർ കടന്നു പോകുന്നത്. കാരണം അവർക്ക് മാറണം എന്ന ചിന്ത ഉണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സെഷൻസ് കേൾക്കുന്ന, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഒരു മോട്ടിവേഷൻ അല്ല എന്നുള്ളതാണ്. മോട്ടിവേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഒരുപാട് അവൈലബിൾ, ഒരുപാട് വീഡിയോസ് ആയിട്ട് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കയ്യിൽ ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര മോട്ടിവേഷൻ സ്പീക്കർ ആണ് എന്നുള്ളത്, അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മോട്ടീവ് ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കണക്ട് ചെയ്തിട്ട് കുറച്ചു നേരം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഈ മോട്ടിവേഷൻ സ്പീക്കറെയാണ് നിങ്ങൾ തേടി അലയുന്നത് എന്നുണ്ടെങ്കിൽ ശരിയാണ്, ലൈഫിൽ നമുക്ക് മോട്ടിവേഷൻ അത്യാവശ്യമാണ്. മോട്ടീവ് നമ്മളെ ലൈഫിൽ വേണം. ഇത് നമ്മൾ സ്വമേധയാ സൃഷ്ടിക്കേണ്ടതാണ്. അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴും നമ്മൾക്കൊരു മോട്ടിവേഷൻ വീഡിയോ കാണാം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ നമ്മളെ കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ മോട്ടിവേഷൻ സ്പീക്കർ നമ്മൾ തന്നെ ആവണം എന്നുള്ളതാണ്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത്. അവിടെയാണ് മൈൻഡ് കോച്ചിങ്ങിന്റെയും മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഒരു മനുഷ്യനെ അവന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് ഒരു യാത്രയാണ്, അതായത് അവന്റെ യഥാർത്ഥ സെൽഫ്, അവന്റെ ബെസ്റ്റ് സെൽഫിലേക്കുള്ള ഒരു യാത്രയാണ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതായത് അവര് നമ്മള് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അതായത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാൻ പാകത്തില് അവര് പ്രാപ്തമായി എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇമോഷണലി ബാലൻസ് ചെയ്ത് ലൈഫിനെ ആ ഒരു ഫ്ലോ ഒക്കെ ആസ്വദിച്ച് ഈച്ച് ആൻഡ് എവറി മൊമെന്റും നമുക്ക് നമ്മളെ ലൈഫിൽ പ്രൊഡക്റ്റീവ് ആക്കി റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതായത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ തൃപ്തിയോടുകൂടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലുള്ള ഓരോരുത്തരും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, പല സ്റ്റെക്നെസ്സുകൾ കൊണ്ട്, പല വൂണ്ടുകൾ കൊണ്ട്, പല ബ്ലോക്കുകൾ കൊണ്ട് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, ഇന്ന വ്യക്തി എന്റെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എന്റെ ലൈഫ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്ന ആളുകള് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് എവിടെയാണ് നമുക്ക് ഇഷ്യൂസ്, എവിടെയാണ് നമുക്ക് പാരന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, വെൽത്ത് ഇഷ്യൂസ്, നമ്മളെ കോർ പോയിന്റ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെ അതിന്റെ ഒരു കോർ ടോപ്പിക്കുമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെ കൺസേൺസ് ആണ്, ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം, ലൈഫൊക്കെ ആസ്വദിച്ച് പോകണം. ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് നമ്മൾക്ക് ആസ്വദിച്ച് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തിപ്പെടണം. പിന്നെ ലൈഫിന്റെ ഫ്ലോ കിട്ടി. ഇപ്പൊ നമ്മളെ വർക്ക്ഷോപ്പിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം അവരുടെ ലൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്മൂത്ത്, ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഈ ജേർണിയിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് കാര്യത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് നമ്മളിൽ ഇല്ലാത്തൊരു ഹാബിറ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്തൊരു റൂട്ടീന് നമ്മൾ പ്ലസ് ചെയ്യാണ്. അതുപോലെ നമ്മളെ ലൈഫിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇതുവരെ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്കൊരു മാറണം അല്ലെങ്കിൽ ലൈഫിൽ ഒരു പരിവർത്തനം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മൾ കുറച്ച് പാകപ്പെടുത്തലുകൾ വരുത്തണം. നമ്മളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് ആ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യാനുള്ള ആ ഒരു
ട്രാക്കൊക്കെ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ആ ട്രാക്കിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമ്മളെ ലൈഫിനെ കുറിച്ച് റീറൈറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു മോട്ടിവേഷൻ സ്പീക്കറെയോ അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മുടെ ലൈഫിൽ സെൽഫ് ഗൈഡഡ് ആവാനാണ് മൈൻഡ് കോച്ചിങ്ങിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു മെന്റർ ഒരു ഗൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ കൂടെ ഒരു മെന്റർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആ ഒരു ജേണിയിൽ അപ്പൊ ഒരു കോച്ചിങ് ടൈം ഓഫ് പീരിയഡ് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവര് അതായത് ഇനി നമ്മളെ ജീവിച്ചു തീർക്കേണ്ടത് ഇപ്പൊ നമ്മളെ ഇമോഷൻസ് ആയിക്കോട്ടെ നമ്മളുടെ ഫീലിങ്സ് ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിലും മാറ്റങ്ങൾക്ക് കാരണമാവാനേ ഒരു മെന്റർക്കും ഒരു ഗൈഡിനും സാധിക്കുള്ളൂ. പക്ഷെ നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തോന്നണം, അതായത് മാറണം, ലൈഫിൽ ഇങ്ങനെ നായ പോരാ, നമുക്ക് ലക്ഷ്യങ്ങൾ നമ്മളാണ് പിറവിയെടുക്കേണ്ടത്. ആ യഥാർത്ഥ സെൽഫിനെ നമ്മളാണ് പിറവിയെടുക്കേണ്ടത്. അതിനൊരു ഗൈഡൻസ് ആയിട്ട് നമുക്കൊരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് വളരെ ജേണി വളരെ എളുപ്പമാക്കി തരുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പണം പല രീതിയിലായി ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ മക്കൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പല രീതിയിൽ ട്യൂഷനായിട്ടും അതുപോലെ 1-to-1 ആയിട്ടും അങ്ങനെ ഒരുപാട് മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടൊക്കെ കുട്ടികളെ പല രീതിയിലും അവർ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ബോഡിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിന് ആ മുറിവിന്റെ വലുപ്പത്തിനനുസരിച്ച് ആ മുറിവിന്റെ ആഴത്തിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലെ ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ഇമോഷണലി നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസുകളായാം, ചില നമ്മളെ പിറകോട്ട് വലിക്കുന്ന ചില ഹാബിറ്റ്സുകളാവാം. ഇതിനൊക്കെ ചേഞ്ച് ചെയ്യാനും ലൈഫിൽ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരാളുകളും ഫോളോ ചെയ്യുന്ന മൈൻഡ് പവർ ടൂൾസും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എലവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ സെൽഫിൽ ബിലീവ് ഇല്ലാത്ത ആളുകൾ, അതായത് സെൽഫ് ബിലീഫ് ഇല്ലാത്ത ആളുകൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാം. അതായത് അവർക്ക് എപ്പോഴും അവരെ സ്വയത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകളെ സ്വയത്തെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന ആളുകളെ എന്തെങ്കിലും ഒരു ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സ്വയം ബ്ലെയിം ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ സെൽഫിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ കുറച്ച് പാകപ്പെടുത്തലുകൾ അത്യാവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ലെവലിലൊന്നും പോയാൽ പോരാ. ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. പക്ഷെ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഈ ജേണി ത്രൂ കുറച്ച് ഈസി ആയിട്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസും വൂണ്ടുകളും നമ്മളെ നമ്മളെ ഇപ്പൊ പിറകോട്ട് വലിക്കുന്ന പലതരത്തിലുള്ള പല അനുഭവങ്ങളായിരിക്കാം, പല സാഹചര്യങ്ങളായിരിക്കാം. ഇത് ക്ലിയർ ചെയ്യൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യം. അതായത് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മള് തോണി തുഴഞ്ഞു പോകുന്നതും ആ തോണി ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഏറ്റവും വേഗതയിലുള്ള, അതായത് സക്സസ് ആയിട്ടുള്ള ആളുകൾ ടൈമിന് വാല്യൂ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പോ ടൈമിനാണ് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് വണ്ടി ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ അവിടേക്ക് എത്രയും പെട്ടെന്ന് എവിടെ എത്താൻ പറ്റും എന്നുള്ള അതിനുള്ള സൊല്യൂഷൻസ് ആണ് കണ്ടെത്തുക. അതേപോലെ തന്നെ ലൈഫിന്റെ ജേണിയിൽ പെട്ടെന്ന് സക്സസ് ആവാൻ അതായത് പെട്ടെന്ന് സക്സസ് ആവാൻ മീൻസ് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന്റെ എളുപ്പ വഴിയിലൂടെ കൂടി മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച്, മനഃശക്തി എന്ന് പറയുന്നത് അത് ഇന്ന വ്യക്തികൾക്കുണ്ട് ഇവർക്കില്ല, ഇവർക്ക് അങ്ങനെയല്ല, എല്ലാവർക്കും ഉള്ള കാര്യമാണ് മനഃശക്തി. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നത് ലോകത്തില് 4% ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം മൈൻഡ് പവർ ടൂൾസ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ ഷാർപ്പൺ ചെയ്യുന്ന, മൈൻഡിനെ ഷാർപ്പൺ ചെയ്യുന്ന ആളുകളാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. മനസ്സിനെ ഷാർപ്പൺ ചെയ്യാത്ത ആളുകൾ എപ്പോഴും പരാതിയും പരിഭവവും പറഞ്ഞ് ഇപ്പോഴുള്ള എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ അതിൽ ഡൗൺ ആവുന്ന ആളുകളായിരിക്കും. മനസ്സിനെ ഷാർപ്പൺ ചെയ്യുന്ന ആളുകൾക്കാണ് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുക. അത്തരത്തിലുള്ള ആളുകൾക്കാണ് സെൽഫിനെ കോർ പോയിന്റ് ആക്കി അതിന്റെ നമ്മൾ പറയല്ലോ നമ്മളിലുള്ള ഏത് റോളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ
ആ ട്രൂ പൊട്ടൻഷ്യൽ, അതായത് നമ്മളെ ഇൻഡിവിജ്വാലിറ്റിയായി നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. നമ്മളെ യഥാർത്ഥ വ്യക്തിത്വവുമായി നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മളിലുള്ള ഉമ്മ എന്ന ക്യാരക്ടറും, നമ്മളൊരു മകളാണെങ്കിൽ ആ മകൾ എന്ന ക്യാരക്ടറും, നമ്മളുടെ പ്രൊഫഷണൽ വേൾഡും, നമ്മളുടെ പേഴ്സണൽ ലൈഫും, നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയും നമ്മൾ ചെയ്യുന്ന എല്ലാ റോളുകളും വരുന്നത് നമ്മൾ എന്ന പേഴ്സണാലിറ്റിയിൽ നിന്നാണ്, അതായത് ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നാണ്. ആ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന എല്ലാ റോളും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വാലിറ്റിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ പോയിന്റിൽ കുറച്ച് നമ്മൾ എലവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ എന്താ ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഫഷണൽ ഫീൽഡിൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് എടുക്കുന്ന, എത്ര ഡ്യൂറേഷനോട് കൂടി അത് പഠിച്ചെടുക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ലൈഫിൽ എഡ്യൂക്കേഷൻ, നമ്മളിപ്പോ പഠിക്കുന്ന ഏരിയയിൽ ഒന്നുകൂടിയും എന്താ നമുക്ക് അതും കൂടി ഒന്നുകൂടി ജോലിയിൽ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ഹയറിങ് അവിടെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ, നമ്മൾക്ക് ഏറ്റവും ഹയർ ആയത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ സർട്ടിഫിക്കേഷനോ, അതിന് കൂടുതൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി പഠിക്കുക ചെയ്യും. അതേപോലെ തന്നെ ലൈഫിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ സെൽഫിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം അവർക്ക് ലൈഫിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. ഈ നമ്മളിപ്പോ പല ആളുകളെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ ഫീൽഡിൽ നമ്മൾ അടിപൊളിയായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, സെൽഫുമായി നമ്മൾ പഠിക്കുക, അതായത് മൈൻഡ് ബോഡി സോള് അലൈൻമെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഇതിന്റെ കോർ പോയിന്റ് ഈ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ വേൾഡില് നമ്മൾ എല്ലാരും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പരിശ്രമിച്ച് വിജയം കിട്ടുന്നവരാരായിരിക്കും? അതായത് ഇപ്പോ ഇത്രയും നമ്മൾ കൺസിസ്റ്റൻസി ആയി ചെയ്യണം, അല്ലെങ്കിൽ ആ റുട്ടീന് ഫോളോ ചെയ്ത് ചെയ്യണം. ഇനിയിപ്പോ ഏത് പരാജയം വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അതിന് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾ പറയുന്നത് ഈ മൈൻഡ് പവർ ടൂൾസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. മൈൻഡിന്റെ പവർ ഉപയോഗപ്പെടുത്തും. ഞാൻ മൈൻഡിന്റെ പവറിനെ കുറിച്ചൊക്കെ പല സെഷൻസിലായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഷാർപ്പൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അതിന്റെ ആക്ടിവിറ്റീസും, അതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും, ടൈം എങ്ങനെയാണ്, ഏതൊക്കെ ടൈമാണ് നമ്മൾ ഏതൊക്കെ ടൂളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ സെൽഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ സെൽഫ് ടൈം കൂട്ടേണ്ടി വരും. നിങ്ങളെ മീ ടൈം എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് പഠനം നടത്തേണ്ടി വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, പൊതുവെ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു 6 മന്ത് ഒരു പ്രൊഫഷണൽ ഫീൽഡ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് പഠിച്ചിട്ട്, അല്ലെങ്കിൽ 2 മാസം, ഇപ്പൊ നമ്മള് എന്താ പോസ്റ്ററൊക്കെ കാണൂലേ, 2 മാസം കൊണ്ട് CA നേടിയെടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആവാം 2 മാസം പഠിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഓരോ പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ എത്തിപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങള് അത് കഴിഞ്ഞിട്ട് അവർ ജോലിയിൽ കയറും, ഓക്കെ, അപ്പൊ അവിടെ അവർക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടൂല. ഒരുപാട് ആളുകളുടെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആഗ്രഹിക്കുന്ന ജോലിയിലെ പൊസിഷൻ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഓരോ ഇഷ്യൂസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തി പൊസിഷൻ അങ്ങനെ എത്തിച്ചെന്നുണ്ടെങ്കിലും അതും ഓക്കെ അല്ല, അതിനേക്കാൾ മുകളിലുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളോ, സെൽഫ് സെൽഫിനെ കുറിച്ച് കൂടുതൽ അറിയാം, നമ്മളെ പൊട്ടൻഷ്യൽ എന്താ, നമ്മളെ പാഷൻ എന്താ, നമ്മളെ പർപ്പസ് എന്താ, ഇത് തിരിച്ചറിയാതെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇപ്പോ ഒരു ജോലിക്കും പോകുന്നില്ല, പക്ഷെ വീട്ടിലിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് അവര് എന്താ മറ്റു ജോലികളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരാളുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ മദർ ഫാദർ ഒക്കെ ആയിട്ട് ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ ലൈഫിലും അവർക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അടിപൊളിയായിട്ട് കൊണ്ടുപോകണം, റിലേഷൻഷിപ്പ്, ഇത് ലൈഫിന്റെ ഏത് കോറ് പോയിന്റ് എടുത്താലും അതിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഈ കോറ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അതായത് നമ്മളെ ഇൻഡിവിജ്വാലിറ്റിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മളിൽ നിന്നുള്ള വേണ്ടാത്ത എല്ലാ ഇമോഷൻസും ഒഴിവാക്കി, നമ്മളിൽ നിന്നുള്ള വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കി, നമ്മളിൽ ഇപ്പോ ചില ആളുകൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത കാര്യങ്ങൾ, ഫോക്കസ്ഡ് കിട്ടാത്ത കാര്യങ്ങൾ, ഇതുമായി
ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിലുള്ള യഥാർത്ഥ ഇൻഡിവിജ്വാലിറ്റി ആയി കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മളെ ലൈഫില് ഈ നമ്മളിൽ നിന്ന് വരുന്ന ഏത് റോളും അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ സെൽഫിനെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, സെൽഫിനെ ബിലീഫ് ചെയ്യുക എന്നുള്ളത്. സെൽഫ് ബിലീഫ് ഇല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്താലും അവർക്ക് സാറ്റിസ്ഫിക്കേഷൻ ആവില്ല. ബാക്കിയുള്ളവരെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാലും നമ്മളെ അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മളിൽ പരാതി പറയുക, നമ്മളിലുള്ള കുറവുകൾ എങ്ങനെ നോക്കിയെടുത്തിരിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്താൽ അപ്പൊ അത് ശരിയാവും. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ടൂൾസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ വിചാരം, ചില ആളുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട് ഇതൊക്കെ എനിക്ക് റിസൾട്ട് ഉണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഓക്കെ ആവോ, അല്ലെങ്കിൽ അവർക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞ് അവർക്ക് അവരോടുള്ള ആ ഒരു തൃപ്തി, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, അവരോടുള്ള ആ ഒരു കണക്ഷൻ അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതായത് പണ്ട് കാലത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയിരുന്നു, നമ്മളുടെ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിങ്ങളുടെ കോർ പോയിന്റ് നിങ്ങൾ അവിടെ ഇട്ടുകൊണ്ട് ബാക്കി എന്തിനൊക്കെ തേടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അത് ഹാപ്പിനെസ് ആവാം, പീസ് ആവാം, റിലേഷൻഷിപ്പ് അടിപൊളിയാവുന്നതാകാം, വെൽത്ത് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ അത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സെൽഫിനെ ആദ്യം അറിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് നമ്മളെ ബാക്കി കോറ് പോയിന്റുകൾ, നമ്മളിൽ നിന്ന് വരുന്ന ഏത് റോളും നമുക്ക് അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യണം, എത്രത്തോളം സക്സസ് ആവണം, അല്ലെങ്കിൽ ലൈഫിൽ എല്ലാത്തിനെയും കുറിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ നിങ്ങളെ പരിഗണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വാസമല്ലാത്തതാവാം, നിങ്ങൾക്ക് വിശ്വാസമല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതാണ് നിങ്ങളുടെ ഒപ്പീനിയനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരുടെ ഒപ്പീനിയനാണ് പരിഗണന കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അത്ര വാല്യൂ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവർ ശരിയാവണം, ബാക്കിയുള്ളവരിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ അടിപൊളിയായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മൾ എന്തായാലും എക്സ്റ്റേണൽ ചേഞ്ചസ് ആഗ്രഹിക്കും. നമ്മളിപ്പോ നമ്മളിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാലും ഇവര് ഇതൊന്നും ശരിയാക്കിയിരുന്നെങ്കിൽ, നമ്മളെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് പല ആളുകളും പറയാറുണ്ട് ഇത് ഞാനല്ല കേൾക്കേണ്ടത്, എന്റെ വീട്ടിലുള്ളവർ അത് കേൾക്കേണ്ടത്, കാരണം ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് എനിക്ക്, അതുകൊണ്ട് തന്നെ അവരൊക്കെ മാറിയാല് ചിലപ്പോൾ എന്റെ ലൈഫ് അടിപൊളിയാവും, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാറുള്ളത്, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ളവർ മാറണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്, ബാക്കിയുള്ളവർ മാറണം എന്നാലേ എന്റെ ലൈഫ് മാറുള്ളൂ എന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ മാറിയാൽ നമ്മളെ ചുറ്റുപാടും മാറുന്നുള്ളതാണ്. കാരണം നമ്മൾ ആര് തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും, ആര് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, നമ്മളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, നമ്മളെ ട്രൂ പൊട്ടൻഷ്യൽ, നമ്മളുടെ മനഃശക്തി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്കതൊന്നും നമ്മൾ നമ്മളെ അഫക്റ്റ് ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോ ആരെന്ത് തളർത്തിയാലും, ആരെന്ത് വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മള് അതായത് നമ്മളെ യഥാർത്ഥ സെൽഫിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ഒരാൾ എന്ത് പറഞ്ഞാലും, നമ്മളെ ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മളത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് പറയുന്നത് ലൈഫ് പറഞ്ഞാൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ബ്യൂട്ടിഫുൾ ആണ്, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ യഥാർത്ഥത്തിൽ അവരെ സെൽഫിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അവരുടെ സെൽഫുമായി അവർ അത്രയും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ടോക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ സെൽഫിനെ നമ്മൾ അറിയാതെ ബാക്കിയുള്ള എല്ലാം അറിഞ്ഞു, ബാക്കി എല്ലാ നോളജും ഗെയിൻ ചെയ്തു, ബാക്കി എല്ലാ സർട്ടിഫിക്കേഷനും എടുത്തു, ബാക്കി എല്ലാം ഓക്കെ ആയി, ബാക്കി റിലേഷൻഷിപ്പ് അടിപൊളിയായി, വെൽത്തിയായി, ഒക്കെ സ്റ്റേബിളായി, ഫിനാൻഷ്യലി സെറ്റ് ആണ്, എല്ലാം ഓക്കെ ആയി. പക്ഷെ നിങ്ങൾ നിങ്ങളെ അറിയാതെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പട്ടത്തിന് അറ്റമില്ലാത്ത പോലെ ആയിരിക്കും. അതായത് നമ്മളെ അറിഞ്ഞുകൊണ്ട് എല്ലാം പഠിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ്, കുട്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നമാണ്, അവരുടെ പാഷൻ എന്താ അറിയുന്നില്ല, ഒന്നിലും ആഗ്രഹമില്ല, ഒന്നിലും ഫോക്കസ് കിട്ടും. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ആദ്യം ചെയ്തു. അപ്പോ നമ്മളെ അറിയുമ്പോഴാണ് നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ അറിയാം, എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ ഒരിക്കലും നമ്മളെ വാല്യൂസ് നഷ്ടപ്പെടുത്തൂല, അല്ല ഈ വാല്യൂസിനെ ഒഴിവാക്കി നമ്മൾ ബാക്കി കാര്യങ്ങൾ തേടി പോകൂല എന്നുള്ളതാണ്.
എവിടെ നമുക്ക് സഞ്ചരിക്കണം, എങ്ങനെ സക്സസ് ആവണം, കോൺഫിഡൻസ് നേടണം, എല്ലാം അടിപൊളിയാവണം, ഫിനാൻഷ്യലി സെറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകള് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ സെൽഫിനെ കുറിച്ച്, അതായത് ഈ ലൈഫിന് ഒരു ലോ ഉണ്ട്, അതുപോലെ തന്നെ ലൈഫിന്റെ ആ ഒരു എന്താ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ, ലൈഫിന്റെ ആ ഒരു കോർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന മൈൻഡ് പവർ ടൂൾസുകൾ ടെക്നിക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ആളുകൾ ലൈഫിൽ അവരെന്തായാലും വിജയിക്കും. ഇപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അവരെ മൈൻഡ് സെറ്റ് ടോട്ടലി ഷിഫ്റ്റ് ആവും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നിന്ന് എൻറ്റയർലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഏതൊരു കാര്യത്തിനും നമ്മള് നമുക്ക് എന്ത് കാര്യത്തിലും ചേഞ്ചസ് കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് എന്താണ്, ഫീലിങ്സ് എന്താണ്, ഇമേജസ് എന്താണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നോക്കിയാൽ മതി. അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അവിടെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് വേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ ഇപ്പൊ കഷ്ടതയിലാണ്, പ്രയാസത്തിലാണ്, എൻ്റെ ലൈഫ് മാറൂല, എൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടടുത്ത് നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് സ്വമേധയെ അതിങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്തു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ക്ലിയർ ചെയ്ത് നിങ്ങളെ വൂണ്ടുകളെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് പോകാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഗൈഡഡ് ആയിട്ട് പോകാൻ തന്നെയാണ്. നമ്മളിപ്പോ ഒരു കോച്ചിങ്ങിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് ലൈഫ് ലോങ് ഇപ്പൊ ഒരു മെന്റർ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ലെങ്കിലും ഒരു പാർട്ട് കഴിഞ്ഞാൽ അവരവരെ വഴിക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ആ പാത്ത് വേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു കോച്ച് ഒരു മെന്റർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോച്ച് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് കാണിച്ചു കൊടുക്കും, ഈ വഴി ഇന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന കാര്യം ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ കളിക്കുടുക്കയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ഓരോ ഡോട്ട് ഫില്ല് ചെയ്യുന്നത്. ആ ഡോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ പിക്ചർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുക. അതേപോലെ തന്നെ ഓരോ ഡോട്ട് കളർ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ആ യഥാർത്ഥ ലൈഫിൽ നമ്മളെ പർപ്പസ് എന്താണ്, നമ്മൾ എന്താണെന്നൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ജേർണി ത്രൂ നമ്മൾ പോകണം. അതിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഉയർച്ച താഴ്ചകൾ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ലൈഫ് നമുക്ക് ഇത്ര ഈസി ആയിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും ഹാപ്പി ആയിട്ടും ജോയ്ഫുൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മിറാക്കുലസ് ആയ ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് അവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നിങ്ങൾക്ക് സക്സസ് ആവണം, സക്സസുമായി നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇമേജസ്, അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെൽത്തി പേഴ്സൺ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെൽത്തുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങള്, സാഹചര്യങ്ങള്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഗ്രാമുകള്, അതിനവിടുന്ന് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം ആ ഇമോഷൻസ് നിങ്ങളങ്ങനെ ആ ഇമോഷൻസ് ആയിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനാണ് പറയുന്നത് മൈൻഡ് ട്രെയിനിങ്, മൈൻഡ് കോച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങളെ ഇന്നർ വേൾഡിൽ എന്താണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ഔട്ടർ വേൾഡിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ റിയലിറ്റി. നിങ്ങൾ നിങ്ങളുടെ റിയലിറ്റി റീറൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഉള്ള് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള് ക്ലീൻ ചെയ്യാൻ മീൻസ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ട്രിഗറിങ് ആയിരിക്കും, ചില അനുഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികള്, അവരോടുള്ള നമ്മൾ പറയില്ലേ ഇമോഷണൽ തലത്തിൽ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ബ്ലെയിം, അതായത് ഗിൽറ്റ്, ഷെയിം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന്, അതുപോലെ നെഗറ്റീവ് ബിലീഫ്സുകള്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമ്മൾ പറയുക നമ്മളൊരു കേജിന്റെ ഉള്ളിൽ നിന്ന് ഫ്രീ ആവുള്ളൂ. അപ്പൊ ഈ കേജിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ളതായിരിക്കും അവരുടെ ലൈഫ്. അതുകൊണ്ട് തന്നെ അവർ ഡിഫൈൻ ചെയ്യുന്നത് ലൈഫ് ഇങ്ങനെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഭയങ്കര പ്രയാസത്തിലാണ്, ഹാർഡാണ്, കടബാധ്യത ആണ്, ഇന്ന ഇഷ്യൂസ് ആണ്. ഇത് വന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോർ പോയിന്റ് നിങ്ങളെ മാനസിക തലത്തിലുണ്ട് എന്നുള്ളതാണ്. അത് അവിടുന്ന് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം, അത് ഏത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ, ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ, വെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഏത് ലൈഫിന്റെ ഉള്ള ഏത് ഏരിയ ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും സെൽഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും സെൽഫിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതും എന്നുള്ളതാണ്. അതല്ലാതെ ഇന്ന പൊസിഷൻ എത്താൻ വേണ്ടിയിട്ട് ഇന്നത് പഠിക്കുക, ഇന്ന രീതിയിൽ എത്താം, അതിങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മളെ റോൾ അടിപൊളിയാക്കണം, നമ്മളെ പ്രൊഫഷണൽ ഫീൽഡ് അടിപൊളിയാക്കണം, പേഴ്സണൽ ലൈഫ് അടിപൊളിയാക്കണം, റിലേഷൻഷിപ്പ് അടിപൊളിയാക്കണം എന്നുള്ളത്
വരുന്ന റോളുകളിൽ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഡിവിജ്വാലിറ്റിയുമായി നിങ്ങൾ കണക്ട് ചെയ്യണം. നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലുമായി നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളിലുള്ള ഏത് റോളും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇമോഷണലി ബാലൻസ് ആകുക എന്നുള്ളത്. അതായത് എല്ലാ കാര്യത്തിനും ഭയങ്കര സ്ട്രോങ്ങോട് കൂടി ഭയങ്കര കോൺഫിഡൻസോട് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുക, ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റുക, അതുപോലെ എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാത്തിനെയും നോക്കി കാണുന്ന രീതി മാറ്റാനും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടും ഭയങ്കര കോൺസെൻട്രേഷൻ ആയിട്ടായിരിക്കും ഒരു കുട്ടി മുതലേ മുതിർന്ന ആൾ വരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഉള്ളിലുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുള്ള ജീവിതാന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അതായത് കിട്ടിയ ബിലീഫ്സുകളൊക്കെ ഒന്ന് എന്താ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സിനെ പോസിറ്റീവിലേക്കാക്കും. അതിൽ ടോട്ടലി പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്യുക. അതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മൈൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ആയിട്ടാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളും, നിങ്ങൾ സംസാരിച്ച ഓരോ സംസാരിച്ചും നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും, നിങ്ങൾ ഉപയോഗിച്ച ആള് പറയുന്ന പോലെ ഉപയോഗിച്ച എല്ലാ വേർഡ്സുകളും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച ഓരോ സെൽഫ് ടോക്കുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ അതിനപ്പുറം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ആ കേജിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നത്. ആ കേജ് പൊട്ടിത്തെറിച്ചാലാണ് നിങ്ങൾക്ക് ലൈഫിൽ നമ്മൾ പറയില്ലേ പക്ഷികളെ പോലെ ഉയരത്തിൽ പറക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ കേജിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും കേജ് അതായിരിക്കും അവരുടെ ലോകം. അതായത് ഇതാണ് ലൈഫ് എന്ന് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് കഷ്ടതകളാണ്, പ്രയാസങ്ങളാണ്, എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്, പ്രയാസം. പക്ഷെ ആ കേജ് പൊട്ടിച്ചിട്ട് നമ്മൾ പുറത്ത് വരുമ്പോൾ, ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് നമ്മൾ പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ലോകം കാണാൻ പറ്റുന്നതും. മനസ്സ് വിശാലമായ ആളുകൾക്കാണ് സാധ്യതകൾ തുറന്നു വരിക. അതേപോലെ എവിടെ നോക്കിയാലും ഓപ്പർച്യൂണിറ്റീസും, എവിടെ നോക്കിയാലും ഭയങ്കര, കാരണം ഈ പ്രപഞ്ചം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം അതിനു വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടേയിരിക്കുക. ആ ഗൂഢാലോചന നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നർ വേൾഡിൽ നമ്മൾ നടത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഇന്നർ വേൾഡിൽ നമ്മൾ നടത്തുന്ന തോട്ട്സുകൾ, നമ്മളെ പ്രവൃത്തി, നമ്മളെ സംസാരം, നമ്മളെ ചിന്ത, ഇത് അതായത് നമ്മൾ നിരന്തരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന തോട്ട്സുകള്, ഇതൊക്കെ അവിടുന്ന് ക്ലിയർ ചെയ്ത് നമ്മളെ പെയിനുകളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് അതായത് നമുക്ക് വേണ്ടാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കി നമുക്ക് എന്തിലേക്കാണ് ഫോക്കസ് വേണ്ടത് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസിക തലത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മൈൻഡ് കോച്ചിങ്ങും മൈൻഡ് റീപ്രോഗ്രാമിങ്ങും വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, ഇന്ന പ്രൊഫഷനൊക്കെ അടിപൊളിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. നിങ്ങളെ പാഷൻ എന്താണ്, നിങ്ങളെ ഇഷ്ടങ്ങൾ എന്താണ്, ലൈഫിനൊക്കെ ആസ്വദിക്കാൻ ശ്രമിച്ചു തുടങ്ങുക. അവിടെ മുതൽ ഇനിയിപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, ഇപ്പോ നമ്മളിപ്പോ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും നമ്മളെ ചുറ്റുള്ള ആളുകൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും. ഇപ്പോ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നിരന്തരം വർക്ക് ചെയ്യുന്നത് ചില ആളുകൾ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളും എന്താണ് അവർ അൾട്ടിമേറ്റ് ഗോൾ, അവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം, ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ഒക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. എല്ലാവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഭാവിയൊക്കെ സുരക്ഷിതമാക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭാവി സുരക്ഷിതമാക്കാൻ നെട്ടോട്ടം ഓടുന്ന ആളുകളെ ആദ്യം നമ്മളുടെ കാര്യങ്ങൾ, അതായത് സെൽഫിലേക്ക് ഫോക്കസ് ചെയ്ത് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലൈഫിൽ ഏത് തലത്തിലും ഏത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ആളുകൾ ലൈഫിൽ ഒരു ചലഞ്ചസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അവിടെ ഡൗൺ ആവുന്നതായിരിക്കും. പക്ഷെ ആ തരത്തിലും ഈ സീക്രട്ടുകൾ അറിയുന്ന ആളുകൾ ഉയർന്നെഴുന്നേൽക്കുക ചെയ്യുക. അവരെപ്പോഴും കോൺഫിഡൻസോട് കൂടി ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. അത് ഈ സീക്രട്ട് എലമെന്റ് അറിയുന്നവർ മാത്രമാണ്. അല്ലാത്ത ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട്, അല്ലെങ്കിൽ എന്താ എപ്പോഴും നമ്മളെ ചുറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്തിട്ടും ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിയാ ചെയ്യുന്നത്. ഈ 2025 മാർച്ച് കടന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫില് ഇതുവരെ പോയതിൽ നിന്ന് നിങ്ങൾ സെൽഫിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ലൈഫിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? വാട്ട് യു സീക്കിങ് യു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നത് അത് നിങ്ങൾ ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്തിനു അന്വേഷിക്കുന്നോ അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സുകൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ ആക്ഷൻ നിങ്ങളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മാറ്റത്തിന് കാരണമാവാൻ പറ്റും, പക്ഷെ നിങ്ങൾ തീരുമാനം എടുക്കാത്തടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറണം, ലൈഫ് വെൽത്തി ആവണം, റിലേഷൻഷിപ്പ് ഹാർമണിയസ് ആവണം, ഹെൽത്ത് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി സെറ്റ് ആവണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, ഇന്ന ഗോൾസുകൾ അച്ചീവ് ചെയ്യണം, ഇന്ന എയിം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന വിഷനാണ് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫിലേക്ക് ഒന്ന് കോർ പോയിന്റ് അവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായി ബന്ധപ്പെടാത്ത ഇമോഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ട്രിഗറിങ് പോയിന്റുകൾ, നിങ്ങളുമായി ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോഗ്രാംസുകളെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്താലാണ് നിങ്ങൾ ആ കേജിൽ നിന്ന് പുറത്ത് വന്ന് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് ആ ഒരു ലൈഫിന്റെ ഫ്ലോയില് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങളെ മുന്നിൽ വരും. പക്ഷെ നിങ്ങൾ ആ ഒരു തോട്ട്സിലേക്കാണ് നിങ്ങൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളെ അടുത്ത് കടന്നു വരുന്ന ആളുകളൊക്കെ, ചില ആളുകള് നമ്മളെ മുൻപരിചയം ഇല്ലാതെയായിരിക്കും കടന്നു വരുന്നത്. പക്ഷെ അവര് പോലും അറിയാതെ അവരുടെ ലൈഫിൽ മുന്നേ ഇത്തരം തോട്ട്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് മാറണം, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം, റുട്ടീനൊക്കെ ഫോളോ ചെയ്യണം, ലൈഫിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം എന്നിങ്ങനെ തീവ്രമായി ആഗ്രഹിച്ച് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അതിനുള്ള സൊല്യൂഷൻസും അവരുടെ മുന്നിൽ വന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ അവിടെ ഇങ്ങനെ ഇരുന്ന് വല്ലവരും വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ ഇവരെന്നെ രക്ഷിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ രക്ഷിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒന്ന് ഇറങ്ങി വന്നിരിക്കുന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുക തന്നെ ഉള്ളൂ. നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റെടുക്കാത്താലും കാലം ആരും നിങ്ങളെ വന്ന് രക്ഷിക്കൂല എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് തുടങ്ങണം എന്നുള്ളതാണ്. അതിന് ആ ആക്ഷൻ എടുക്കാനുള്ള മോട്ടീവ് സെൽഫ് ഗൈഡഡ് ആയി നമ്മൾക്ക് കിട്ടണം. നമ്മൾ ഇൻറ്റ്യൂഷനായി നമ്മളെ മനസ്സിൽ നിന്ന് തന്നെ അത് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഫോക്കസ്, ഇത് കോൺസെൻട്രേഷൻ ലെവലിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെൽഫിനെ ക്ലിയർ ചെയ്ത്, അതായത് മൈൻഡിനെ ക്ലിയർ ചെയ്ത് സെൽഫിനെ അപ്ഡേറ്റ് ചെയ്ത് സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, സെൽഫ് ആക്ച്വലൈസേഷൻ പ്രോഗ്രാം ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ അത്തരത്തിൽ ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സെൽഫിലേക്ക് ഒന്ന് നോക്കുക. എന്റെ ആഗ്രഹങ്ങൾ എന്താ, എന്റെ സ്വപ്നങ്ങൾ എന്താ, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, എപ്പോഴും നമുക്ക് വേണ്ടി മീ ടൈം ഒക്കെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളും കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ് പവർ